ഒരു കളർ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ കളർ മാത്രം നോക്കിയാൽ മതിയോ? അല്ല, ഡിസൈനിങ്ങും ചെയ്യണം. ക്ലയൻസിനോട് സംസാരിച്ച് ഒരു തീമൊക്കെ സെറ്റാക്കി നമ്മൾ ചൂസ് ചെയ്യുന്ന കളേഴ്സ് കണ്ട അവർ വീഴണം. ഓ, കൊള്ളാലോ. ഇപ്പം ആൾക്കാരോട് സംസാരിച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് എങ്ങനെ അറിയാം? അതാണ് എൻ്റെ സ്കിൽ. അങ്ങനെയാണ് എൻ്റെ ഫേവറേറ്റ് കളർ എന്താ? ബ്ലൂ. ഞാൻ ബ്ലൂ ഇട്ടിരിക്കുന്നുണ്ടല്ലേ? അതുകൊണ്ടൊന്നുമല്ല, ഇത് വേറെ സൂത്രം. ഇതെപ്പോഴും വർക്കൗട്ട് ആണോന്നൊന്നുമില്ല. പക്ഷെ പണ്ട് ഒരാൾക്ക് തീരെ ഇഷ്ടമല്ലാത്ത കളർ പെട്ടെന്ന് ഇഷ്ടമാവാൻ ഒരു ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, പ്രശാന്തിന് ഇപ്പോൾ യെല്ലോ ഇഷ്ടമല്ലേ? അതാണ്. നമ്മൾ തമ്മിലൊരു കണക്ഷൻ വന്നു തുടങ്ങുന്നുണ്ടോ? ഉണ്ടോ? എന്തേ? അല്ല, ഇന്ന് താൻ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ ഡിലേ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു സന്തോഷം തോന്നി. ഓ, അല്ല അങ്ങനെയാണ് ഞാൻ വേണേ ഇനിയും ഡിലേ ചെയ്യാൻ. അയ്യടാ, ഐ ലൈക്ക് യു കമ്പനി, അത്രേ ഉള്ളൂ. ധോനി ഒറ്റ മോളാണ്? അല്ല, മിടുക്കണ്ടിട്ട് ചോദിച്ച. അല്ല, ഒരു ബ്രദറുണ്ട്. അനിയനോ ചേട്ടനോ? അനിയനാ, പക്ഷേ ഡി ചേച്ചി എന്ന് വിളിക്കൂ. അയാൾ എന്ത് ചെയ്യുന്നു? കഴിഞ്ഞ വർഷം കോളേജ് കഴിഞ്ഞു. ഇവിടെ ഗോവയിൽ തന്നെ, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട്. വലിയ ജോലിയൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ ചോദിച്ചാൽ അവൻ്റെ ഇപ്പോഴത്തെ മെയിൻ ജോലി എന്നെ ഇവിടെ പിടിച്ചിരുത്തുന്ന. മനസ്സിലായില്ല. അവൻ കഴിഞ്ഞ ഡിസംബറിൽ ഇവിടുന്ന് മിസ്സായിടും. എവിടെ? കറക്റ്റ് ഇവിടുന്ന്. അവിടെ നിന്നാണ് അവൻ്റെ ഫോൺ കിട്ടിയ. പിന്നെ ഈ ഭാഗത്ത് നിന്ന് ബൈക്കും. സൂയിസൈഡൊന്നും അല്ല കേട്ടോ. അന്ന് ഈവനിങ് വരെ ടെക്സ്റ്റ് ചെയ്തോണ്ടിരുന്ന. ഞാൻ അവൻ ഓർഡർ ചെയ്ത ഷൂസിന്റെ സൈസ് മാറിപ്പോയെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു അനക്കവും ഇല്ല. രാത്രിയപ്പോൾ പോലീസിന്റെ വിളി വന്നു. എന്ത് പറ്റിയത്? കടലിൽ പോയതെന്ന് അവര് പറഞ്ഞ. അവരൊരു മാസം അന്വേഷിച്ചു. പിന്നെ ഞാനും അച്ഛനും കൂടെ ഒരു 2 മാസം കൂടെ നോക്കിന്ന് പറഞ്ഞാ ഗോവയിൽ നിന്ന് കിട്ടിയ അവന്റെ ഏജിലുള്ള ഡെഡ് ബോഡീസ് അടക്കം. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും തിരിച്ച് ബാംഗ്ലൂർ പോയി. ഞാനിവിടെ ചുമ്മാ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്താ. അത് കിട്ടി. വിവേകിനൊക്കെ വൻ ഇഷ്യൂ ആയി. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല. ഈ ഒരു സമയത്ത് നമ്മുടെ പ്രയോറിറ്റീസ് ഒക്കെ മാറിപ്പോവും. അച്ഛനമ്മയ്ക്ക് അവിടെ ജോലിയുണ്ട്. പിന്നെ ഫ്ലാറ്റ് അടച്ചിട്ട് ഇവിടെ ഇരുന്ന ഡെയിലി കരച്ചില്ല. ഞാനാ പറഞ്ഞു പോവാൻ. എനിക്ക് മനസ്സിലായി. അവരെ ഉറപ്പിച്ചു അപ്പു മരിച്ചു എന്ന്. അപ്പു എന്നാട്ടോ വീട്ടിൽ വിളിക്ക. ഹിസ് നെയിം ഇസ് അങ്കിത്. കണ്ട ഇത്ര സങ്കടമുള്ള ആളെന്ന് തോന്നില്ലല്ലേ? നമ്മുടെ ഈ മെയിൻ സങ്കടങ്ങളുണ്ടല്ലോ പ്രശാന്ത്, അതായത് നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാൾ ഇല്ലാതാവുമ്പോൾ നമ്മളെ പൊതിയുന്ന ഒരു ടൈപ്പ് സങ്കടമുണ്ട്. ഒരു 6 മാസം കഴിഞ്ഞാൽ നമുക്കത് ശീലം. വിൽ ഗെറ്റ് യൂസ്ഡ് ടു ഇറ്റ്. പിന്നെ ഡെയിലി കയറേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തമാശ പറയാം, ചിരിക്കാം, ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോവാം, നല്ല ഫുഡ് എൻജോയ് ചെയ്യാം, ഈവൻ പ്രേമിക്കാം. നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ ആ സങ്കടം ഇങ്ങനെ ഉള്ളിൽ തന്നെ കിടക്കും. പക്ഷെ പോവില്ല. നമ്മൾ വിട്ടാലല്ലേ പോവുള്ളൂ. ഞാൻ വിടില്ല. ആ സങ്കടം എൻ്റെ അപ്പുവല്ലേ. ചിലപ്പോ എല്ലാരും പറയുന്നത് തന്നെ ആയിരിക്കും ശരി. പാവം, അവൻ മരിച്ചു പോയിട്ടുണ്ടാവും. പക്ഷേ ഒരു ഒറ്റ % ചാൻസിൽ അവൻ തിരിച്ചു വരുവാണെങ്കിൽ ആദ്യം എന്നെ ആയിരിക്കും വിളിക്കുന്നത്. ആൻഡ് ഐ വാണ്ട് ബി ഹിയർ ടു പിക്ക് ദാറ്റ് കോൾ. Oh